ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന വലിയ കൊടുങ്കാറ്റുകളുണ്ട്. ഈ ലോകത്തിൻ്റേതായ കൊടുങ്കാറ്റുകളുണ്ട്. ഈ ലോകം വളരെ ഫ്രജൈലാണ്. ആർക്ക് എന്ത് വേണേലും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. നല്ല ചൂടുകാലമല്ലേ? ചിലപ്പോൾ പറമ്പിലൂടെ നടക്കുമ്പോൾ പാമ്പ് കടിയേറ്റ് മരിക്കാം. എന്തിന്, കിടന്നുറങ്ങുന്നവരെ വരെ പാമ്പ് കടിക്കുന്നു. പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചതല്ലേ ഈ അടുത്ത കാലത്ത്. ചിലപ്പോൾ ധൃതി പിടിച്ച് ഒരു കാര്യത്തിന് പോകുമ്പോൾ തലയിൽ തേങ്ങ ചാടി മരിക്കാം. അങ്ങനെ പറ്റുന്നുണ്ട്. ചില ആളുകൾ അങ്ങനെ മരിക്കുന്നുണ്ട്. എന്തെല്ലാം കെടുതികളാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്. ഈ ലോകം വളരെ നശ്വരമാണ്. അപ്രതീക്ഷിതമായാണ് കാര്യങ്ങൾ നടക്കുന്നത് ഈ ലോകത്ത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ പത്രത്തിലെല്ലാം വായിച്ചുവല്ലോ, 12 വർഷം കോമയിൽ കിടന്ന ഹരീഷ് റാണ എന്ന 32-കാരന് ദയാവധം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി. എത്ര ചെറുപ്പമാണ്! നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതായിരുന്നു അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെന്ന്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ലോകം ഇതിന് ഫെയ്റ്റ് എന്ന് വിധി എഴുതും. ഒരു പേരിന് ദൈവം ഇത്രേ ആയുസ് കൊടുത്തിരുന്നുള്ളൂ എന്നൊക്കെ ഭംഗിവാക്ക് പറയും. നമുക്ക് വായിക്കാം ലൂക്കായുടെ സുവിശേഷം 13:1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്: ആ ഗലീലക്കാർ ഇത് അനുഭവിക്കയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ സിറ്റിസൺഷിപ്പ് ഇല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ കൊടുങ്കാറ്റിൽപ്പെട്ട് നശിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ കൊണ്ടുവരും. യോന പ്രവാചകൻ്റെ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. ദൈവശബ്ദം അവഗണിച്ച് സഞ്ചരിച്ച യോന പ്രവാചകൻ്റെ കപ്പലിലേക്ക് വലിയ കൊടുങ്കാറ്റ് വീശി. ഒറ്റ നോട്ടത്തിൽ അതൊരു കെടുതിയാണെങ്കിലും ദൈവത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് യോനാ പ്രവാചകനെ ആ കൊടുങ്കാറ്റ് നയിച്ചു. ഇനി ദുഷ്ടപിശാച് നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കൊടുങ്കാറ്റുകളുണ്ട്. ഈ എപ്പിസോഡിൽ ഞാൻ പിശാച് കൊണ്ടുവരുന്ന കൊടുങ്കാറ്റിനെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഒന്നാമതായി, നീ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ, നീ പാപത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഒത്തു ജീവിക്കുന്നവനാണെങ്കിൽ, നിൻ്റെ വിശ്വാസം തകിടം മറിക്കാൻ അവൻ കൊടുങ്കാറ്റുകൾ കൊണ്ടുവരും. പക്ഷേ അത് ദൈവത്തിൻ്റെ അനുമതിയോടുകൂടെ ആ കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വീശുകയുള്ളൂ. ദൈവം വിശ്വസ്തനാണ്. നിൻ്റെ ശക്തിക്ക് അതീതമായ കാറ്റുകൾ വീശാൻ ദൈവം പിശാചിനെ സമ്മതിക്കുകയില്ല. രണ്ടാമതായി, നിൻ്റെ ഉള്ളിൽ ക്ഷമിക്കപ്പെടാതെ കിടക്കുന്ന പാപമുണ്ടെങ്കിൽ പിശാച് കൊടുങ്കാറ്റ് കൊണ്ടുവരും. ആ കൊടുങ്കാറ്റ് നിൻ്റെ സർവനാശത്തിന് കാരണമാകുന്ന കൊടുങ്കാറ്റാണ്. ഞാൻ പിശാച് കൊണ്ടുവരുന്ന 2 തരം കാറ്റുകളെയും മെല്ലെ ഒന്ന് തൊടാം, അല്ലെങ്കിൽ ഇത് മണിക്കൂറുകൾ നീണ്ട പ്രസംഗമായി പോകും. ഒന്നാമത്തെ കാറ്റിനെ പറ്റി ഒന്ന് പഠിക്കാം. അതായത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകൾ. എല്ലാം നന്നായി പോവുകയായിരുന്നു. തിരക്കേടില്ലാത്ത ആത്മീയ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പെട്ടെന്നതാ ഒരു വലിയ കെടുതി കടന്നു വന്നിരിക്കുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. ഇന്നലെ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഇന്ന് മാറിമറിയുന്നു. എല്ലാം തകരുന്നു. കൂടെ നടന്നവർ ഒരു കാരണവുമില്ലാതെ നമുക്ക് എതിരെ തിരിയുന്നു. നിനക്ക് ഒരു പ്രതിയോഗിയുണ്ട്, ഒരു ആത്മീയ പ്രതിയോഗിയുണ്ട്. നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടപിശാചുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, അങ്ങനെയെങ്കിൽ എല്ലാവർക്കും
ഈ തകർച്ചകൾ വരുന്നില്ലല്ലോ. ലോകത്ത് ദുഷ്ടത പ്രവർത്തിച്ചിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. പ്രിയ ദൈവജനമേ, ഞാനൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ഏതെങ്കിലും കള്ളൻ അവന് സ്വന്തമായ വസ്തുക്കൾ മോഷ്ടിക്കാൻ ശ്രമിക്കുമോ? അവൻ അന്യൻ്റെ മുതലല്ലേ മോഷ്ടിക്കാൻ ശ്രമിക്കുക? പിശാച് അവൻ്റെ സ്വന്തമായ മനുഷ്യരെ എന്തിന് ആക്രമിക്കണം? മരണശേഷം അവൻ്റെ വകയാണ് ഈ മനുഷ്യരുടെ ആത്മാക്കൾ. നഷ്ടപ്പെട്ടു പോകും. ഉപദ്രവിച്ചാൽ പിശാചിനറിയാം മനുഷ്യൻ അതിൻ്റെ കാരണം തേടിപ്പോകുമെന്ന്. ഈ മനുഷ്യർ ഒരുപക്ഷെ സത്യദൈവത്തെ കണ്ടെത്തിയേക്കാം. അത് സാത്താന് നന്നായി അറിയാം. അതുകൊണ്ട് അവന് സ്വന്തമായവരെ പരിപോഷിച്ച് നിർത്തുകയേ അവൻ ചെയ്യത്തുള്ളൂ. കേട്ടിട്ടില്ലേ, ദുഷ്ടൻ പന പോലെ വളരുമെന്ന്. ഒരു മനുഷ്യനെ പിശാചിന് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ആദ്യം ഈ മനുഷ്യരുടെ കണ്ണ് അവൻ മൂടിക്കെട്ടും. ഈ മനുഷ്യർക്ക് ശരിയേത് തെറ്റേത് എന്ന് കണ്ടെത്താനുള്ള കാഴ്ച നഷ്ടപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് അല്ലെങ്കിൽ മാമോദീസ മുങ്ങിയതുകൊണ്ട് മരണശേഷം ദൈവത്തിൻ്റെ അടുക്കലെത്തും എന്ന അബദ്ധ വിചാരങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, യൂദായുടെ ലേഖനം 1:9 സാത്താൻ മോശയുടെ ശരീരത്തിന് വേണ്ടി അവകാശം പറയുന്നതായി കാണാം. അതായത് മോശയുടെ മരണശേഷം. കാരണം മോശയിൽ തെറ്റുകുറ്റങ്ങൾ വന്നുപോയി. മെരീബ ജലാശയത്തിങ്കൽ വെച്ച് അവൻ കർത്താവിൻ്റെ ഹിതം പ്രവർത്തിച്ചില്ല. മാത്രമല്ല, അവനൊരു ഈജിപ്ഷ്യനെ അടിച്ചു കൊന്നവനാണ്. കുറ്റങ്ങൾ സാത്താൻ നിരത്തി. എന്നാൽ മിഖായേൽ മാലാഖ വരികയും സാത്താനോട് വാദിക്കുകയും ചെയ്തു. എന്തിനാണ് പിശാച് മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ചത്? നിത്യജീവനിലേക്കുള്ള മോശയുടെ ശരീരത്തിൻ്റെ ഉയർപ്പ് അവന് തടയണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മോശ ജീവിച്ചിരുന്നപ്പോൾ സാത്താൻ അവനെ നേരിട്ട് ആക്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൻ്റെ മരണശേഷം സാത്താൻ അവകാശം പറഞ്ഞു വരുന്നുണ്ട്. പ്രിയരെ, നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും യേശുവിൻ്റെ തങ്കച്ചോരയാൽ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മരണശേഷവും പിശാച് അവകാശം പറഞ്ഞ് കടന്നു വരും. സൂക്ഷിച്ചു കൊള്ളണം ഈ ലോക ജീവിതം. പ്രിയജനമേ, നീ ഒരു വിശ്വാസിയായിരിക്കെ നിനക്ക് പോരാട്ടമുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക. നീ ദൈവത്തിൻ്റെ വകയാണ്. സാത്താൻ പേടിക്കുന്ന എന്തോ ഒന്ന് നിന്നിലുണ്ട്. നിന്നെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പിശാചുണ്ട്. യോഹന്നാൻ 10:10 കർത്താവ് പറഞ്ഞു വെച്ചു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവകൃപയാൽ മരണകരമായ പാപത്തിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിച്ചതിന് ശേഷം വലിയ തിരക്കേടില്ലാത്ത ആത്മീയ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില ദിവസങ്ങളിൽ ഒരു അലസത കയറി വരും. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി വൈകിയായിരിക്കും വീട്ടിൽ വരിക. രാത്രി വൈകി കിടക്കേണ്ടി വന്നാലും സാധാരണ പ്രാർത്ഥന മുടക്കാറില്ല. എന്നാൽ ചില ദിവസങ്ങളിൽ എന്തോ വയ്യ, ഇന്നിനി ഇത്രയും വൈകിയില്ലേ, നാളെ കാലത്തെണീറ്റ് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്നൊരു തോന്നൽ. ക്ഷീണിച്ച് കിടക്കും. പെട്ടെന്ന് രാത്രിയിൽ ഉറക്കം പോകും. ഭയാനകമായ സ്വപ്നങ്ങൾ കണ്ട് ആകെ പരവശനാകുന്നു. ആരോ എന്നെ ആ പഴയകാല പാപങ്ങളിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന ഒരു അനുഭവം. ആ പഴയ അഴുക്ക് വികാരങ്ങൾ ഉള്ളിലേക്ക് തള്ളിക്കയറുന്നു. ആകെ പിടിവിട്ടു പോകുന്ന ഒരു അവസ്ഥ. ശക്തി കുറഞ്ഞുപോയി. അത് പതിവില്ലാത്തതായിരുന്നു. ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഇതൊക്കെ ഒരു കെണിയാണ്. വേടൻ്റെ കെണി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ ആനയ്ക്ക് വാരിക്കുഴി ഒരുക്കുന്നത് കണ്ടിട്ടുണ്ടോ? കുഴിയുണ്ടെന്ന് അറിയില്ല. മുകളിലിങ്ങനെ മരക്കൊമ്പും ഇലകളും കൊണ്ട് കുഴി ഇങ്ങനെ മൂടി വയ്ക്കും, ക്യാമഫ്ലോഷ് ചെയ്യും. ഒരു സംഭവം കൂടി ഓർക്കുകയാണ്. മദ്യത്തിന് അടിമപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ നിസ്സഹായ വാക്കുകൾ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു ഒരിക്കൽ, ഇതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയി വന്ന് കുറച്ച് നാൾ ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ആരോ തന്നെ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഒരു അനുഭവം. വീണ്ടും അതേ പഴയ അഴുക്ക് ജീവിതത്തിലേക്ക് കൂപ്പുകുത്തുന്നു.
അന്നൊന്നും ഒരു രക്ഷകനുണ്ടെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ സഹായിക്കാനോ രക്ഷിക്കാൻ കഴിവുള്ള ഒരു യേശു ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുവാനോ ഉള്ള അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ആ സംഭവം ഇന്നും ഒരു കല്ലായി മനസ്സിൽ കിടക്കുന്നു. പ്രിയരെ, നിങ്ങൾ മറ്റുള്ളവരോട് സുവിശേഷം പറയണം, യേശുവിനെ കാണിച്ചു കൊടുക്കണം. പ്രസംഗിക്കാൻ വലിയ കഴിവൊന്നും വേണമെന്നില്ല. ബൈബിളിലുള്ള വചനം അതേപോലെ കോട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ വാചക കസർത്തിനല്ല, ദൈവവചനത്തിനാണ് ശക്തിയുള്ളത്. പ്രിയരെ, നമ്മൾ അറിയാതെ പോകരുത്. ഇതെല്ലാം സാത്താൻ്റെ കെണിയാണ്. നമ്മൾ നനയ്ക്കാത്ത സമയത്താണ് അവൻ ആക്രമണമൊരുക്കുന്നത്. ഒരിക്കലും യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ മറവിൽ നിന്നും മാറിപ്പോകരുത്. ആത്മീയതയിൽ അലസത വന്നു പോകരുത്. നിന്നെ മോഷ്ടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു ദുരാത്മശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ രാത്രിയിൽ 2 മണിക്കോ 3 മണിക്കോ പതിവില്ലാതെ എഴുന്നേൽക്കുന്നെങ്കിൽ ചടഞ്ഞു കിടക്കാതെ എഴുന്നേറ്റ് യേശുവിനെ വിളിക്കുക. ഒരു പക്ഷേ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം നിന്നെ വിളിച്ചുണർത്തുന്നതാകാം. ലൂക്കായുടെ സുവിശേഷം 22:31 കർത്താവ് ഒരു സംഭവം പറഞ്ഞു വെച്ചു. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിന്റെ വിശ്വാസം തകിടം മറിക്കാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ട പിശാചുണ്ട്. പിശാച് വളരെ തന്ത്രശാലിയാണ്. അവനൊരു പ്രതിസന്ധി നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആലോചന കൊണ്ടുവരും. നിൻ്റെ എന്തോ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ദൈവം നിൻ്റെ പാപം മൂലം നിന്നെ ശിക്ഷിക്കുകയാണ്. ഇപ്രകാരമുള്ള നുണകളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെ വഞ്ചിക്കും പിശാച്. ഈ നുണ നീ സ്വീകരിക്കുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയില്ല. കാരണം നിൻ്റെ കെടുതിയുടെ കാരണം കണ്ടുപിടിക്കാൻ നീ നിന്നിലേക്ക് തന്നെ നോക്കും. പിശാചിനെതിരെ ദൈവമേ നിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള വെളിച്ചം ഇല്ലാതെയായി പോകും. നീ നിന്നെ തന്നെ ക്രമപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിനക്കെതിരെ നിൽക്കുന്നു എന്നൊരു വ്യാജ തോന്നൽ ഉള്ളിൽ അവൻ തരും. മനസ്സിലെ ചിന്തകളിലൂടെ മാത്രമല്ല, മനുഷ്യരിലൂടെയും ഈ ഒരു ചിന്ത സാത്താൻ നിങ്ങളിൽ കൊണ്ടുവരും. നിങ്ങൾ കരുതും പോലെ അവിശ്വാസികളുടെ വായിലൂടെ ആയിരിക്കുകയില്ല പിശാച് സംസാരിക്കുക. വിശ്വാസത്തിൽ മുന്നിൽ നിൽക്കുന്ന ആത്മീയ കൂട്ടാളിയിലൂടെയും ചിലപ്പോൾ അവൻ നിങ്ങളോട് സംസാരിക്കും. മത്തായിയുടെ സുവിശേഷം 16:21 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയിർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിൻ്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരേ കൂട്ടായ്മയിൽ വരുന്ന സുഹൃത്തുക്കൾ, ഒരുപക്ഷെ ആത്മീയ ആചാര്യൻ ആരുമായിക്കൊള്ളട്ടെ, ഏതാത്മാവാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ വിവേചിച്ചറിയണം. ദൈവവചനത്തെ വളച്ചൊടിക്കുന്നതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. ദൈവവചനമെടുത്ത് നിന്നെ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം നിന്നെ ദൈവത്തിൽ നിന്നും അകറ്റുന്നെങ്കിൽ അത് ഒരു ദുരുപദേശമാണ്. ആര് നിന്നെ ഉപദേശിക്കുന്നു എന്ന് നോക്കണ്ട, ആ ഉപദേശം തിരസ്കരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവാണ് ഉപദേശിക്കുന്നതെങ്കിൽ അത് അനുതാപത്തിലേക്കും ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്കും നിങ്ങളെ നയിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ അനേകം ദുരുപദേശങ്ങൾ ബൈബിൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇയ്യോബിനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ വന്ന് ഇയ്യോബിനെ ഉപദേശിക്കുന്ന ഒരു രംഗമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 4:7 വാക്യം. എലിഫാസ് ചോദിക്കുന്നു, ചിന്തിച്ചു നോക്ക്, നിഷ്കളങ്കൻ എന്നെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ? നീതിനിഷ്ഠൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ? അനീതി ഒഴുത് തിന്മ വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ദൈവവചനം കൂട്ടുപിടിച്ചാണ് അവൻ ഇയ്യോബിനോട് സംസാരിക്കുന്നത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു ഉപദേശം ആയിരുന്നില്ല. നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ.
എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പിശാച് നിങ്ങളെ ആക്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായിരിക്കണം. ഇത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് ശത്രു ഒരുക്കുന്ന കെണിയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവനെതിരെ ആയുധമെടുക്കാൻ കഴിയുകയുള്ളൂ. 1 പത്രോസിൻ്റെ 5-ാം അധ്യായം 7-8 വചനങ്ങൾ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്രയും പറഞ്ഞു വച്ചപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ ദൈവത്തേക്കാൾ വലിയവനാണോ പിശാചെന്ന്? ആൻസർ ഈസ് സിമ്പിൾ: ഒരിക്കലുമല്ല. നോ. പ്രിയരെ, പിശാച് അവൻ്റെ സർവ്വാധികാരവും നഷ്ടപ്പെട്ട് വാവിട്ട് നിലവിളിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് കാണണമോ? ഗോൽഗോഥ മലയിലേക്ക് ചെന്നാൽ മതി. പിശാചിൻ്റെ തല തല്ലി തകർത്ത ഒരു ഇടമാണത്. യേശുവിൻ്റെ കുരിശ് നാട്ടിയിരിക്കുന്ന ഇടം. ഈ പിശാചിനെ നിങ്ങൾ പേടിക്കേണ്ടതുണ്ടോ? ഇറ്റ് ഡിപ്പെൻസ് എന്ന് ഞാൻ പറയും. നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിനുള്ള ഉത്തരം. നീ കാൽവരി കുരിശിൻ ചോട്ടിലാണോ, അതോ പുറത്തുള്ള കൊടും വനത്തിലാണോ നിൽക്കുന്നത്? യേശു നിൻ്റെ പടകിലുണ്ടോ? എങ്കിൽ നീ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ചാൾസ് സ്പർജൻ്റെ ഒരു ഫേമസ് കോട്ടുണ്ട്: നിങ്ങൾ കൊടുങ്കാറ്റിനെ പേടിക്കണ്ട, അത് അതിൻ്റെ ചിറകിൽ സൗഖ്യവും വിടുതലും കൊണ്ടുവരുന്നു. യേശു നിൻ്റെ പടകിലുണ്ടെങ്കിൽ ഈ കൊടുങ്കാറ്റ് നിന്നെ വേഗം നിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഇനി യേശു നിൻ്റെ പടകിൽ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. നിൻ്റെ ഉള്ളിൽ പാപമുണ്ടെങ്കിൽ നീ അപകടത്തിലാണ്. ഇതാണ് രണ്ടാമതായി പറഞ്ഞു വെച്ച കൊടുങ്കാറ്റ്. അതായത് പാപം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ നിന്നെ തീരാ കയത്തിൽ മുക്കിക്കൊല്ലാൻ ശക്തിയുള്ള കൊടുങ്കാറ്റുകൾ പിശാച് കൊണ്ടുവരും. നിൻ്റെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ എത്രയോ ആളുകളെയാണ് മാനസികമായി തകർത്ത് ആത്മഹത്യയിലേക്ക് അവൻ വലിച്ചു കൊണ്ടുപോകുന്നത്. ആയുസ് എത്താതെ കടന്നു വരുന്ന അപകട മരണങ്ങൾ, യൗവനത്തിൽ തന്നെ ജീവിതം തകർത്ത് കളയുന്ന രോഗാവസ്ഥകൾ, സാഹചര്യങ്ങൾ, എന്തൊക്കെ! ദൈവത്തിന് സ്തോത്രം. ഒരു ചായ കൊടുക്കാത്തതിൻ്റെ പേരിൽ മരുമകളെ വെട്ടിക്കൊല്ലുന്നതിനും 1.5 വയസ്സുള്ള കുഞ്ഞിനെ ചവിട്ടിക്കൊല്ലുന്നതിനുമൊക്കെ പിന്നിൽ ഒരു ദുരാത്മശക്തിയുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അനേകം സുവിശേഷകർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്: പിശാചിനെ പേടിക്കണ്ട, അവൻ്റെ തല തകർക്കപ്പെട്ടതാണ് എന്ന്. ശരിയാണ്, സത്യമാണ്. പക്ഷേ തകർക്കപ്പെട്ടത് ഗോൽഗോഥ മലയിലാണ്. അവനെ ഒരു അശക്തനായി, ശക്തിയില്ലാത്തവനായി, തേങ്ങുന്നവനായി കാണണമെങ്കിൽ കാൽവരിയിലേക്ക് നിങ്ങൾ കയറി ചെന്നേ മതിയാകൂ. നിൻ്റെ പാപങ്ങൾ കഴുകപ്പെടണം. നിങ്ങൾ കാൽവരിയിലേക്ക് കയറി യേശുവിൻ്റെ തിരുരക്തത്താൽ പാപങ്ങൾ കഴുകി കളഞ്ഞിട്ടില്ലെങ്കിൽ അവന് നിൻ്റെ മേൽ അവകാശമുണ്ട്. പിശാചിന് നിൻ്റെ മേൽ അവകാശമുണ്ട്. അവൻ ഇല്ലം മുടിച്ചു കളയും. സോറി ടു സേ. ഇന്ന് നീ യേശുവിൻ്റെ രക്തത്താൽ മറയ്ക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിനക്ക് എതിരെ ചെയ്യുന്ന ബ്ലാക്ക് മാജിക്, കൂടോത്രം, ക്ഷുദ്രക്രിയകൾ എല്ലാം ഫലിക്കും. സംഖ്യാപുസ്തകം 23:23 ബാലാം പ്രവചിച്ചു: യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിന് എതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേല്യൻ അല്ലാത്തവന്, അഥവാ ദൈവവുമായി ഒരു കൂട്ടായ്മയും ഇല്ലാത്തവന് ക്ഷുദ്രവിദ്യ ഫലിക്കും എന്ന് മറിച്ച് വായിക്കേണ്ടിയിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് അനേകം ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറയുന്നു. ലോകം ഒരു കാലത്ത് നിനക്കുണ്ടായിരുന്ന ക്രെഡിബിലിറ്റി ഒന്നും മരണശേഷം കണക്കിലെടുക്കുകയില്ല. നീ ചെയ്ത നല്ല കാര്യങ്ങൾ ഒന്നും അവർ അനുസ്മരിക്കുകയുമില്ല. മരിപ്പൊക്കെ കഴിഞ്ഞ് ബണ്ണും ചായയൊക്കെ കുടിച്ചിട്ട് അവർ പറയും, അവൻ കുടിച്ച് ചത്തു. ദൈവത്തിന് സ്തോത്രം. നിന്നെ എങ്ങനെ നശിപ്പിക്കണമെന്ന് നോക്കിയിരിക്കുന്ന ഒരു ശത്രുവുണ്ട്. ഇത് നിങ്ങളെ പേടിപ്പിക്കാനല്ല പറയുന്നത്. നിങ്ങൾ ഓടി കാൽവരി മലയിലെ കുരിശിൻ ചുവട്ടിലേക്ക് വരാൻ ദൈവം ഈ നിമിഷം ആഗ്രഹിക്കുന്നു. ഇനി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ ഏറി വരുമ്പോൾ എന്തു ചെയ്യണം? വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 22-25 വരെയുള്ള വാക്യങ്ങൾ. ഒരു ദിവസം അവൻ ശിഷ്യരുമായി പടകിൽ കയറി, നാം തടാകത്തിൻ്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു.
അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്കെ ചെന്നു, നാഥ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്ന് ശാന്തത ഉണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിൻ്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റ് കണ്ട് ഭയവിഹ്വലരായി കഴിയുന്ന ഒരാളാണ് നീയെങ്കിൽ നിന്നോട് യേശു ചോദിക്കുന്നു, നിൻ്റെ വിശ്വാസം എവിടെ? നീ അനേകം ദൈവപ്രവൃത്തികൾ കണ്ടവനാണ്, അനുഭവിച്ചവനാണ്. ദൈവത്തിൻ്റെ ആ കരുതൽ കൊണ്ടാണ് നീ ഇന്നും ജീവിച്ചിരിക്കുന്നത്. നീ ഒന്ന് പിന്നോട്ട് ചിന്തിക്കൂ. നീ ഈ അവസരത്തിൽ അതെല്ലാം മറന്ന് ജീവിതത്തിൻ്റെ തിരക്കിൽ യേശുവിനെ ഉറങ്ങുന്നവനായി ഇട്ടേച്ച് ഉള്ള പോക്കായിരിക്കാം. നീ യേശുവിനെ ഉറങ്ങുന്നവനായി കാണരുത്. ദിവസത്തിൽ അവനെ മറന്നു പോകുന്ന ഒരു നിമിഷം പോലും ഉണ്ടാകരുത് എന്ന് ഞാൻ പറയും. അവൻ ചെയ്ത ഉപകാരങ്ങൾ നീ സ്മരിക്കണം. എപ്പോഴും അത് നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അമരത്ത് തലയണ വെച്ച് കിടക്കുന്നവൻ ആര് എന്ന് അറിയാതെ പോകുന്നത് കൊണ്ടാണ് നിനക്ക് ഭയം തോന്നുന്നത്. അവനെക്കുറിച്ചുള്ള ചിന്ത സമയത്തേക്കെങ്കിലും മനസ്സിൽ നിന്ന് മാറാതെ നിങ്ങൾ നോക്കണം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. യേശു ഉറങ്ങുന്നത് കണ്ട് ശിഷ്യന്മാർ ഒരല്പനേരം ചിലപ്പോൾ എന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നേക്കാം, അല്ലെങ്കിൽ മറ്റ് ലോകകാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നേക്കാം. അറിയില്ല, ഒരു ഭാവനയാണ്. അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞ ശുശ്രൂഷയിൽ നടന്ന വൻ കാര്യത്തെപ്പറ്റി, തങ്ങളുടെ കൈകൾ വഴി നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് വമ്പു പറയുകയായിരുന്നേക്കാം. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ശുശ്രൂഷ ചെയ്യണം, പക്ഷേ യേശുവുമായുള്ള ബന്ധം അറ്റുപോയോ എന്ന് പരിശോധിക്കണം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ നാഥനുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടോ എന്ന് തിരിച്ചറിയണം. ഇത് ഇന്ന് സഭയിൽ നടമാടുന്ന വലിയ ഒരു കെണിയാണ്. ദൈവത്തിനു വേണ്ടി ഓടുന്നവരുണ്ട്, സഭാതർക്കങ്ങളും കോടതികളുമായി ഓടി നടക്കുന്നവർ. എന്നാൽ ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ ആഞ്ഞടിക്കുന്ന തിരകൾ കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകും, തീർച്ച. കൊടുങ്കാറ്റടിച്ചപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയി. കാറ്റടിച്ചപ്പോഴും അവൻ ഉറങ്ങുകയായിരുന്നു. അവൻ ദൈവമല്ലേ? ശിഷ്യന്മാർ വിളിച്ചുണർത്തും വരെ അവൻ ഒന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ട്? ശത്രു നിന്നെ തകർക്കുമ്പോൾ നിൻ്റെ സ്വരം കേൾക്കും വരെ അവൻ ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ട്? നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? തൻ്റെ ശിഷ്യന്മാർ ദൈവത്തെ ഓർക്കണമെന്ന് യേശു നിശ്ചയിച്ചിരുന്നോ? അവൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നോ? യേശു നിൻ്റെ പടകിലുണ്ടെങ്കിൽ അവൻ്റെ അറിവ് കൂടാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും വരികയില്ല. എന്തുകൊണ്ടാണ് അവൻ ഈ കഷ്ടത അനുവദിച്ചത്? മകനെ, നീ നിൻ്റെ അപ്പനോട് സംസാരിച്ചിട്ട് എത്ര നാളായി? നിൻ്റെ സ്വരം ഒന്ന് കേൾക്കാൻ ആ അപ്പൻ എത്ര നാൾ നോക്കി നിന്നു? നിൻ്റെ ജീവിത പാച്ചിലിനിടയിൽ അപ്പനെ ഓർക്കാൻ നിനക്ക് സമയം ഉണ്ടായിരുന്നോ മകളെ? നീയുമായി ഒരു സ്നേഹബന്ധം സ്ഥാപിക്കാൻ കർത്താവ് ഈ നിമിഷം ആഗ്രഹിക്കുന്നു. നിൻ്റെ ദൈവാശ്രയം ഒരു ജീവിത ശൈലിയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ അപ്പനെ ഒന്ന് വിളിച്ചാട്ടെ സുഹൃത്തെ. നിന്നെ ആക്രമിക്കുന്ന ദുഷ്ടപിശാചിന് പേടിയുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അവനാണ് നിൻ്റെ തോണിയിൽ കിടന്നുറങ്ങുന്നത്. നീ അത് അറിയുന്നുണ്ടോ? അവനെ വിളിച്ച് ഉണർത്തിക്കാട്ടെ. അവൻ ഉടൻ തന്നെ എണീറ്റ് നിൻ്റെ ജീവിതത്തിലെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കും. ശത്രു നിനക്കെതിരെ വരുത്തിവെച്ച നാശങ്ങൾ എല്ലാം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ കെൽപ്പുള്ള ഒരുവൻ നിൻ്റെ പടകിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജോസഫിനെ അവൻ്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതിന് ശേഷം ഈജിപ്തുകാർക്ക് വിറ്റുകളഞ്ഞു. പൊത്തിഫറിൻ്റെ ഭാര്യ നിമിത്തം കാരാഗ്രഹവാസവും അവന് അനുഭവിക്കേണ്ടി വന്നു. ശത്രു കിണികളൊരുക്കി. എന്നാൽ ദൈവം അതെല്ലാം തൻ്റെ പദ്ധതിക്ക് ഇന്ധനം പോലെ അവൻ്റെ തകർച്ചകൾ മാറ്റിയെടുത്തു. ആ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. ആ പദ്ധതിയിലേക്ക് ദൈവം ഈ കൊടുങ്കാറ്റിനെ എല്ലാം ഒരു ഇന്ധനം പോലെ ഉപയോഗിക്കും. നിങ്ങൾ വേഗം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തും. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ യുവർ വോയിസ്. അവനെ വിളിച്ചുണർത്തിക്കാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.